നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഒടുവിൽ ജോസ് ബട്ട്ലർ ആ കാര്യം അങ്ങ് തീരുമാനിച്ചു. അദ്ദേഹം പടിയിറങ്ങുകയാണ്. ഇംഗ്ലണ്ടിൻ്റെ നായക സ്ഥാനത്തു നിന്ന് അദ്ദേഹം പടിയിറങ്ങുകയാണ്. കഴിഞ്ഞ കളി തോറ്റ ശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രശ്നത്തിൻ്റെ ഭാഗമാണോ സൊല്യൂഷൻ്റെ ഭാഗമാണോ എന്ന് ചിന്തിക്കേണ്ട സമയമായി കഴിഞ്ഞു എന്ന്. ഇപ്പോൾ അദ്ദേഹം ഒഫീഷ്യലായിട്ട് പറയുന്നു താൻ ഇംഗ്ലീഷ് ടീമിൻ്റെ നായക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുകയാണ് ആഫ്റ്റർ ചാമ്പ്യൻസ് ട്രോഫി എന്ന് പറഞ്ഞാൽ നാളെ നടക്കുന്ന ഇംഗ്ലണ്ട് വേഴ്സസ് സൗത്ത് ആഫ്രിക്ക മത്സരം അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് വൈറ്റ് ബോൾ ടീമിൻ്റെ ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള അവസാനത്തെ മത്സരമായിരിക്കും. പ്ലെയർ എന്ന നിലയിൽ അദ്ദേഹം വിരമിക്കുന്നു എന്നല്ല ഈ പറയുന്നത്, നായക സ്ഥാനത്ത് നിന്ന് അദ്ദേഹം പടിയിറങ്ങുന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ്. ഐ ആം ഗോയിങ് ടു സ്റ്റാൻഡ് ഡൗൺ ആസ് ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ. ഇറ്റ്സ് ദി റൈറ്റ് ഡിസിഷൻ ഫോർ മീ അറ്റ് ദി റൈറ്റ് ആൻഡ് ദി റൈറ്റ് ഡിസിഷൻ ഫോർ ദി ടീം. ഞാൻ ഇംഗ്ലണ്ടിൻ്റെ നായക സ്ഥാനത്ത് നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. ഇത് എനിക്കും ടീമിനും റൈറ്റ് ഡിസിഷനാണ്. ഹോപ്പ്ഫുള്ളി ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരാൾ മുന്നോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വർക്ക് ക്ലോസ്ലി അലോങ് സൈഡ് ബാസ് വിൽ ടേക്ക് ദി ടീം ടു വെയർ ഇറ്റ് നീഡ്സ് ടു ബി. ടീമിന് എത്തേണ്ട സ്ഥലത്തേക്ക് ബാസിനൊപ്പം എന്ന് പറഞ്ഞാൽ ബ്രണ്ടൻ മക്കലത്തിൻ്റെ ഒപ്പം വർക്ക് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കെൽപ്പുള്ള ഒരാൾ ആ സ്ഥാനത്തേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ വ്യക്തമായിരുന്നു ഈ ഒരു ടൂർണമെൻറ്റിൽ. റിസൾട്ട് വൈസ് എൻ്റെ ക്യാപ്റ്റൻസിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടൂർണമെൻറ്റ് എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. 2 പരാജയങ്ങൾ ടൂർണമെൻറ്റിൽ നിന്ന് ഇപ്പോൾ പുറത്തായിരിക്കുന്നു. തീർച്ചയായിട്ടും വിത്ത് എ ബിറ്റ് ഓഫ് എ ഹാങ് ഓവർ ഫ്രം സം ടൂർണമെൻറ്റ്സ് ബിഫോർ. ആ രൂപത്തിൽ കഴിഞ്ഞ ചില ടൂർണമെൻറ്റുകളിൽ ഹാങ് ഓവർ എന്ന രൂപത്തിൽ ഈ ടൂർണമെൻറ്റിൽ നിന്നും നമ്മളിപ്പോൾ 2 തോൽവികൾ അങ്ങനെ പുറത്തായിരിക്കുന്ന ഒരു ഘട്ടമാണിത്. ഞാൻ വിചാരിക്കുന്നു പ്രോബബ്ലി ഇതാണ് ക്യാപ്റ്റൻസിയിൽ എൻ്റെ വഴിയുടെ അവസാനമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വിച്ച് ഈസ് എ ഷെയിം, ഐ ആം സാഡ് അബൌട്ട് ദാറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ സ്റ്റെപ്പ് ഡൗൺ കാര്യം ഒഫീഷ്യലി അറിയിക്കുന്നത്. ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിന് ശേഷം, അതായത് നാളെ നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിലെ അവസാന മത്സരത്തിന് ശേഷം അദ്ദേഹം പിൻവാങ്ങുകയാണ് നായക സ്ഥാനത്ത്. ഇനി ഇംഗ്ലണ്ടിൻ്റെ നായക സ്ഥാനത്തേക്ക് ആര് വരും, അതൊരു ചോദ്യമാണ്. വൈറ്റ് ബോൾ ക്രിക്കറ്റ് ആരായിരിക്കും ക്യാപ്റ്റൻ? നിലവിൽ ഹാരി ബ്രൂക്കിനെയാണ് വൈസ് ക്യാപ്റ്റനായിട്ട് വെച്ചിട്ടുള്ളത്. അദ്ദേഹം തന്നെ നായക സ്ഥാനത്തേക്ക് വരുമോ, അതല്ല ഇനി മറ്റാരെങ്കിലും ആയിരിക്കുമോ ഏൽപ്പിക്കുക? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൻ്റെ എത്താം.